ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എനിക്കൊരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ വീഡിയോസ് കണ്ട നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാര്യം എന്താണെന്ന് കുറേ പേർക്കെങ്കിലും നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമ്മുടെ ചാനൽ ഇന്ന് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് വലിയൊരു സംഭവമായിട്ടൊന്നും മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഞാൻ ഈ ചാനൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയി അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ വീഡിയോസ് ചെയ്ത് എന്താ പറയുക, ഞാൻ ചാനൽ തുടങ്ങി ഇതുവരെ ലോങ് വീഡിയോസ് ആകെ 9 വീഡിയോസ് മാത്രമേ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇതെൻ്റെ 10ാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ 9 വീഡിയോസ് ആയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. എന്താ പറയുക, ഞാൻ ഇതിന് മുന്നേ സത്യത്തിൽ വേറെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അത് ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ഇടുന്ന ചാനലായിരുന്നു കേട്ടോ. അതായത് ആർട്ട്, ക്രാഫ്റ്റ്, അതുപോലെ എന്താ പറയുക എംബ്രോയ്ഡറി, ബോട്ടിൽ ആർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ചാനലായിരുന്നു കേട്ടോ. അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ആയിട്ട് ഇടുന്ന ഒരു ചാനലായിരുന്നു അത് ആ ഒരു സമയത്ത് ഇന്ന് യൂട്യൂബിൽ വീഡിയോസ് ഒരുപാട് പേരിടുണ്ടല്ലോ, അന്ന് അത്ര പേരൊന്നും യൂട്യൂബിലില്ല, വളരെ കുറച്ച് പേരെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചാനൽ തുടങ്ങിയതിൻ്റെ ശേഷം ഇത് സബ്സ്ക്രൈബേഴ്സ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടാണല്ലോ. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുന്നു കേട്ടോ. കാണുന്നവരോടൊക്കെ ഞാൻ എന്ത് ചെയ്യും, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് അന്ന് ഞങ്ങൾ വീട് വെച്ച് സെപ്പറേറ്റ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു ടൈൽസിൻ്റെ പണിക്ക് വന്ന പണിക്കാരെ കൊണ്ട് വരെ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേന് കേട്ടോ. അവരുടെയൊക്കെ മൊബൈൽ എടുക്കും, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏതോ ആണുങ്ങളൊക്കെയാണ്. ഈ ആളുകൾ എസ്പെഷ്യലി ആണുങ്ങൾക്ക് അങ്ങനെ ക്രാഫ്റ്റിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ അന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്താ പറയുക, ഈ സബ്സ്ക്രൈബ് ചെയ്യിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടല്ലോ, മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ എല്ലാം ആയല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തകളായിരുന്നു കേട്ടോ അന്ന്. ഇത് കാണുന്നവർക്ക് ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഇത് ഏത് ടൈപ്പ് ആളുകളാണ് കാണുക എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു ബോധമൊന്നും അന്നില്ല. അപ്പോൾ അന്ന് കാണുന്നവരെ കൊണ്ടൊക്കെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. എൻ്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കും. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറുപറാന്ന് വാട്സപ്പിൽ ലിങ്ക് അയച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ മണ്ടത്തരാണെന്ന് എനിക്ക് പിന്നീടാണ് കേട്ടോ മനസ്സിലായത്. അതായത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അത് കാരണം ഞാൻ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കല്ലേ. പരിചയക്കാരെങ്കിലും റോട്ടിൽ കൂടെ പോകണമെങ്കിൽ അവരെ വരെ വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. അതിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു എന്നിട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, പക്ഷേ നമുക്ക് എന്താ വെച്ചാൽ എത്ര സബ്സ്ക്രൈബറായി വെറും ഡമ്മി സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല. അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. കാരണം ഇവരൊന്നും ഈ വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ലല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ എന്നോടുള്ള പരിചയം കൊണ്ട് ഞാൻ പറയുമ്പോൾ ചെയ്യാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരത് നെവർ മൈൻഡ് ആക്കും. പിന്നെ അവരത് ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കാനും ആളുകൾക്കൊരു ക്ഷമ വേണമല്ലോ. അപ്പോൾ ഈ ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എംബ്രോയ്ഡറി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾ, എന്നെപ്പോലത്തെ അങ്ങനത്തെ സംഗതികൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ മാത്രമാണ് അത് കാണുക. അങ്ങനത്തെ ആളുകൾ ചുരുക്കമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരത് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അവർ അതിലുള്ള വീഡിയോസ് വീണ്ടും തുടർന്ന് കാണുള്ളൂ. കാരണം അവർക്കത് ഇഷ്ടമുണ്ട് കാണാൻ, അവർക്കത് ചെയ്യാനും ഇഷ്ടമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഞാൻ അന്നത്തെ കാലത്ത് അങ്ങനത്തെ വീഡിയോസ് ഒരുപാട് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ, എല്ലാവരും എന്നെ പോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും, ഇതൊക്കെ ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരിതൊക്കെ കണ്ടോളൂ, എല്ലാവരും ഇതൊക്കെ കണ്ടോളൂ എന്നാണ്. പക്ഷേ എല്ലാവർക്കും അതിനോടൊന്നും താല്പര്യമില്ല എന്ന് എനിക്ക് പിന്നീടാണ് കേട്ടോ മനസ്സിലായത്. എന്നിട്ട് അന്ന് ഞാൻ ഇത്രയും എന്താ പറയുക ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് അന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം നമ്മൾ സെപ്പറേറ്റ് ഒരു വീട് വെച്ച് താമസിക്കുന്നതിന് മുന്നേ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ ചെയ്യാൻ. എന്താ പറയുക, അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ടൈം അറേഞ്ച് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റൂല. ഒരുപാട് ആളുകളുടെ കൺട്രോളിലായിരിക്കുമല്ലോ നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടാവുക.
അപ്പോൾ എന്താ പറയുക, അതിൻ്റെ ഇടയിലും ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അത് വീഡിയോസ് ചെയ്യാറുമ്പം ഇങ്ങനെ ടേബിൾ ടോപ്പ് വീഡിയോസ് അല്ലേ, ക്യാമറ ഇങ്ങനെ മേലെ, അത് കുറേ ബുക്കൊക്കെ അട്ടിക്ക് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കോലൊക്കെ വെച്ച് അതിൻ്റെ മേലെ മൊബൈലൊക്കെ വെച്ച് അങ്ങനെ അതിൻ്റെ താഴെ ഞാൻ ഈ സ്റ്റിച്ചിങ്ങും അല്ലെങ്കിൽ എംബ്രോയിഡറി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ പോലെ ലൈറ്റൊന്നും ഉള്ളിലേക്ക് വരാത്തൊരു വീടാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, ചില സമയത്ത് മാത്രമേ ലൈറ്റ് ഉണ്ടാവുള്ളൂ, ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കണം. മക്കളാണെങ്കിൽ 2 കുഞ്ഞു മക്കൾ, അവരെ മാനേജ് ചെയ്യണം. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് കുളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ആ ഈവനിങ് ടൈമിലാട്ടോ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് മക്കൾ സ്കൂളിട്ട് വരുന്ന നേരമായിരിക്കും. അപ്പോൾ അവർ സ്കൂളിട്ട് വന്നാൽ അവരെ നോക്കണം, അവരെ കുളിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, പിന്നെ അവരെ കൊണ്ട് നിസ്കരിപ്പിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ പകുതിക്ക് വെച്ചിട്ടായിരിക്കും എന്താ പറയുക നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ക്രാഫ്റ്റ് വീഡിയോസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ എന്താ പറയുക ഒരു ഓർഡറിലായിരിക്കുമല്ലോ കാര്യങ്ങൾ വെച്ചത്. അത് ഒക്കെ പിന്നെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താ പറയുക മൊബൈലൊന്നും അത്ര ക്ലിയർ അല്ല, ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും മരുഭാവാനായിട്ടുണ്ടാവും. അപ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അന്നത്തെ വീഡിയോ അവിടെ മുടങ്ങും. അങ്ങനെ നമ്മൾ ആകെ എന്താ പറയുക മൂഡ് ഓഫ് ആവും. പിന്നെ അടുത്ത ദിവസം ഇതേപോലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആവണം ഇതിലേക്ക് വീണ്ടും തിരിച്ചു വരണമെങ്കിൽ. മാത്രമല്ല നമ്മളൊരു വീഡിയോ ചെയ്ത് ഫിനിഷ് ആകുമ്പോഴേക്കും റൂം മൊത്തം അലങ്കോലാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ എന്താ പറയുക ഒരൊറ്റ റൂമിലാണല്ലോ നമ്മുടെ മൊത്തം സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും എന്താ പറയുക ഈ ഒരു ക്രാഫ്റ്റ് ആർട്ട് അങ്ങനത്തെ ആളുകളുടെ അടുത്ത് ഈ വെട്ടൽ ഒട്ടിക്കൽ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നമ്മളടുത്ത് കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ കുഞ്ഞു 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 മറ്റുള്ളവർ വേസ്റ്റാക്കി കളയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും. നമ്മൾ അതൊക്കെ എടുത്തു വെക്കും. കാരണം അത് ഓരോ സാധനം കാണുമ്പോഴും നമുക്കറിയാം ഇത് അങ്ങനെ ചെയ്യാൻ പറ്റും, ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓരോ DIYs നമ്മളെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കച്ചറ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരൊറ്റ ബെഡ്റൂമിനകത്താണ് എടുത്ത് വെച്ചിട്ടുണ്ടാവുക. അതിൽ നിന്ന് തപ്പിയെടുത്ത് ഓരോ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അന്നത്തെ വീഡിയോ മുടങ്ങുമ്പോൾ അതെല്ലാം കൂടി എടുത്ത് എവിടെയെങ്കിലും ഒരു മൂലക കൂട്ടി വെക്കണം. പിറ്റേന്ന് അതെല്ലാം കൂടി എടുത്തിട്ട് വീണ്ടും വീഡിയോ ചെയ്യണം. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക അതങ്ങനെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കാണുന്നവരാരാണ് എന്നോട് ഇഷ്ടമുള്ള ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച വളരെ ചുരുക്കം ആളുകളാണ് കൂടുതലും അത് കാണുന്നുണ്ടാവുള്ളൂ. ഞാൻ ഈ ലിങ്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അവരിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അവർ കാണും. അങ്ങനെ അവരുടെ കമൻസാണ് എനിക്ക് ഉണ്ടാവുക. ഹായ്, ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്, ഈ ഒരു സംഭവം ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ ആഗ്രഹിക്കുന്നത് അതല്ലല്ലോ. നമുക്ക് അറിയാത്ത ആളുകൾ കാണണം, അവർ നമ്മളോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം, അവർക്ക് യൂസ്ഫുൾ ആവണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കെപ്പോഴും ഈ ഒരു വെറുതെ ഈ ഡെയിലി വ്ളോഗ് മാതിരി ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഉണ്ടല്ലോ, അതിങ്ങനെ ചെയ്യാൻ എനിക്ക് പണ്ടും താല്പര്യമില്ല, ഇപ്പോഴും താല്പര്യമില്ല കേട്ടോ. എന്തെങ്കിലും മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയ കാര്യം ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, എന്നോട് എൻ്റെ മോന് നോബിളിൽ പഠിച്ച സമയത്ത് അവിടെ ഉള്ളൊരു ടീച്ചർ ഇതുപോലെ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് ആ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സായി കുറേ സംസാരിച്ച്. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയുക നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെറും യൂസ്ലെസ് ആയ വീഡിയോസ്, അതായത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമില്ലാത്ത വീഡിയോസ് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ ഒരു പക്ഷേ അവരുടെ സമയം വേസ്റ്റാക്കിയതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വന്നാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എനിക്കതുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ വെറുതെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒന്നുകിൽ ഒരു സ്ഥലം പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും യൂസ്ഫുൾ ആയൊരു കാര്യം ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ അന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, കാരണം അത് മറ്റുള്ളവർക്ക്, അതായത് അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് അത് ചെയ്യാമല്ലോ, അത് യൂസ്ഫുൾ ആവുമല്ലോ. അങ്ങനത്തെ DIY കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതിന് വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ ഞാനെന്ത് ചെയ്ത്, പിന്നെ അത് മാത്രമല്ല ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതെ ആവും കേട്ടോ. കാരണം നമുക്ക് റെഗുലറായിട്ട് ഒരിക്കലും നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയൂല. നമ്മൾ വേറൊരു വീട്ടിൽ, അതായത് ഒരുപാട് ആളുകൾക്കിടയിൽ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ പോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ വീഡിയോസ് ചെയ്യാനോ ഒന്നും, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്നും എനിക്ക് എന്താ പറയുക ആ കൺസിസ്റ്റൻസി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട്
മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാര്യങ്ങളും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്ക് അതിനിടയ്ക്ക് ഒരുപാട് ചൊറകൾ, ഒരുപാട് ടെൻഷൻസ്, എന്താ പറയുക, ഒക്കെ വരും കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താ, ഈ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല. എനിക്ക് മനസ്സിങ്ങനെ ഡിസ്റ്റർബ്ഡായി, മനസ്സിൽ വിഷമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. പിന്നെ എന്താ പറയുക, അങ്ങനെ വിഷമം വരുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആ വിഷമം തീരുന്ന വരെ ഞാൻ കുറേ ഉറങ്ങും. കാരണം കണ്ണ് തുറന്നാൽ നമ്മൾ റിയാലിറ്റിയിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എനിക്ക് ആ പ്രശ്നങ്ങൾ മൈൻഡിലേക്ക് വരും. ഞാൻ ഇനിയും അതിലേക്കാണല്ലോ ഇറങ്ങി ചെല്ലണത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വീണ്ടും എണീക്കാൻ തോന്നില്ല. ഞാൻ പിന്നെ കിടന്നുറങ്ങും, കണ്ണ് പൂട്ടി കിടക്കും. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ ഞാൻ. അതായത് ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ ഇങ്ങനെ സേഫാക്കി നിർത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരാളാണ്. കാരണം എനിക്ക് അല്ലാതെ ആ ഒരു പ്രശ്നത്തിലൂടെ അങ്ങനെ നടക്കാൻ എനിക്ക് കഴിയൂല. അപ്പോൾ അങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്ക് കുറേ പ്രശ്നങ്ങളും അങ്ങനത്തെ ടെൻഷൻസൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോസ് കൊണ്ടുപോകാൻ പറഞ്ഞാൽ വീഡിയോസ് കുറേ കാലം പിന്നെ ഞാനൊന്ന് മാനസികമായി ശരിയാവണ വരെ ഞാൻ വീഡിയോസേ നോക്കില്ല. പിന്നെ ഒന്നിങ്ങനെ റെഡിയായി ഞാനൊന്ന് ഹാപ്പിയായി വരുമ്പോൾ ഞാൻ വീണ്ടും ചെയ്യാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ഒരു 1-2 വീഡിയോ ചെയ്യുമ്പോഴേക്കും വീണ്ടും എൻ്റെ മൂഡ് മാറും. ഈ മൂഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടിന്യൂസ്ലി ഒരു കാര്യവും ഞാൻ തുടങ്ങി വെച്ചതൊന്നും ചെയ്യാൻ പറ്റലില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ആയിട്ട് പിന്നെ ഞാൻ അതൊക്കെ നിർത്തി വെച്ചിട്ടോ. വീഡിയോസ് അപ്ലോഡ് ചെയ്യലും ഒക്കെ എനിക്ക് വെറുത്തു. അങ്ങനെ ഞാനതൊക്കെ നിർത്തി വെച്ചു. ആ ചാനൽ ഇപ്പോഴും അവിടെ ഉണ്ട്, ഞാൻ ചാനൽ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ അത്രയും ക്ഷമയോ അതിലിങ്ങനെ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് ഒരു കാര്യം ചെയ്ത് അതിന് വോയിസ് ഓവർ കൊടുത്ത് അതിനൊന്നുള്ളൊരു ക്ഷമ പിന്നീട് എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഈ യൂട്യൂബ് ഒന്നും എനിക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ചിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ദിവസം ഒരു ഫേമസ് ആയ യൂട്യൂബറിൻ്റെ അവരുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ ഒരാൾ ഇങ്ങനെ അവരുടെ വീഡിയോസ് കണ്ടിട്ടോ ഒരാളിങ്ങനെ കമൻറ്റ് എഴുതിയതിന് മറുപടി കൊടുത്തത് കണ്ടു. അപ്പോൾ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊക്കെ, അതായത് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഇവർക്കൊക്കെ മനസ്സമാധാനം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, മനസ്സമാധാനം ഉള്ളത് കൊണ്ടാണ്, ഹാപ്പി ആയതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റണത്. അത് എല്ലാവർക്കും കഴിയണമെന്നില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവരുടെ ആ ഒരു ഹാപ്പി ലൈഫ് ആയതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ആ ഒരു യൂട്യൂബർ മറുപടി കൊടുത്തത് കണ്ടു. പിന്നെ എന്താണ്, അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മൈൻഡ്, നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഹാപ്പി ആയി ഇരിക്കാൻ പറ്റും. അല്ലാതെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് സന്തോഷമുള്ളത് കൊണ്ടല്ല എന്താ പറയുക നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണത് എന്ന്. പക്ഷേ ഞാൻ ആ ഒരു മറുപടിയോട് 100% ഒരു പരിധി വരെ ശരിയാണ്, പക്ഷെ 100% യോജിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ നമ്മളെ ലൈഫ് വെറുതെ ആയി പോവാണോ, ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ തോന്നും. വെറുതെ ഇങ്ങനെ രാവിലെ എണീറ്റ് കുറേ പണികളൊക്കെ എടുത്ത് കിടന്നിറങ്ങി അങ്ങനെ നമ്മളെ സമയം വെറുതെ പോവാണല്ലോ എന്നിങ്ങനെ തോന്നും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കാരണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ജീവിത സാഹചര്യങ്ങൾ അതിനെ അനുവദിക്കാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഡിയോസ് അല്ലാതെ കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസിലേക്ക് 100% ടൈം എടുത്ത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത. അതുകൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. ഒരിക്കലും പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. അതൊക്കെ ഓരോരുത്തരുടെ കഴിവും ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുമാണ്. അതിനർത്ഥം സ്ത്രീകൾ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയല്ല കേട്ടോ. അങ്ങനെ കഴിവുള്ള ആളുകൾ അത് ചെയ്യണം. അതായത് പുറത്ത് പോയി വർക്ക് ചെയ്യാനും നമ്മുടെ വീട് മാനേജ് ചെയ്യാനും നമ്മുടെ മക്കളെ നോക്കാനും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കത്തിന് മാനേജ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ടൈം അങ്ങനെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ. അതേപോലെ പുറത്ത് ടെൻഷൻ ഉണ്ടെങ്കിലും അത് വീട്ടിൽ വന്നാൽ അവരെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോകുമ്പോൾ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, അവർ വർക്ക് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് എന്തെങ്കിലും എന്നോട് ആരെങ്കിലും എന്നെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്നെ ഹേർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതെന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ
അങ്ങനത്തെ ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പുറത്തു പോയി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കണേ ഇല്ല. കാരണം അവരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ റൈറ്റ് കൊടുക്കണമല്ലോ. നമ്മളോട് ചൂടാവാം, നമ്മുടെ ദേഷ്യം പിടിക്കുക, പല കാര്യങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്നോട് അങ്ങനെ ദേഷ്യം പിടിക്കുകയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഒരു ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. ഇന്നാലത് എനിക്ക് ഹേർട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോരുക ചെയ്യുക. ഞാൻ ആ സ്ഥലത്തിലേക്ക് പിന്നെ പോവാതിരിക്കുക, ആ ആളുകളെ പിന്നെ ഫേസ് ചെയ്യാതിരിക്കുക, അതാണ് എൻ്റെ സൊല്യൂഷൻ. അപ്പോൾ എന്താ പറയുക, അല്ലാതെ അവരോടിങ്ങനെ അവരെൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അതായത് എന്നെ ഹേർട്ട് ചെയ്ത ആളുകളെ എൻ്റെ മുന്നിൽ വീണ്ടും ജീവിക്കുമ്പോൾ അവരോട് ആ ദേഷ്യം മുഖത്ത് വെച്ച് ഇങ്ങനെ പെരുമാറി നടക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ പിന്നെയും അവരോട് ചിരിച്ച് നോർമലായി പെരുമാറാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. അത് എത്ര എന്നെ വേദനിപ്പിച്ച ആളുകളാണെങ്കിലും എനിക്ക് അങ്ങനെ കഴിയുള്ളൂ. പക്ഷെ എനിക്കറിയാം അവരെന്നെ വേദനിപ്പിച്ചതാണ്. ആ വിഷമം അവരോട് പെരുമാറുമ്പോഴൊക്കെ എനിക്കുണ്ടാവും. ആ മൂമെൻറ്റ്സൊക്കെ എനിക്ക് ഓർമ്മ വരും. പക്ഷേ എന്താ പറയുക, അവർ ചെയ്ത പോലെ തിരിച്ച് ചെയ്യാനോ അവരോട് അങ്ങനെ പെരുമാറാനോ എനിക്ക് കഴിയൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തൊന്നും വർക്ക് ചെയ്യാതെ എന്നെ സേഫാക്കി വെച്ചൊരു സേഫ് സോണിൽ നിൽക്കണം. എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും വേണം എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ക്ലാസ്സസ് എടുത്തു കൊടുക്കും. അപ്പോൾ എനിക്ക് ആഫ്റ്റർനൂൺ ക്ലാസ് ഉണ്ടാവും, ഈവനിങ് ക്ലാസ് ഉണ്ടാവും, നൈറ്റ് ക്ലാസ് ഉണ്ടാവും. ഈ ക്ലാസ്സുകൾക്കൊക്കെ ഇടയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപാട് ബിസിയാണ്. വേറൊരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ നമ്മളാണ് അവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ളത്. വീട് എപ്പോഴും ക്ലീൻ ആക്കിയിടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളതൊക്കെ ചെയ്യും, ഓടി നടക്കും. പിന്നെ കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. പുറത്തുള്ള ചെടികളൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. അല്ലാതെ ഞാൻ അതിൻ്റെ പഴുത്ത ഇലകളൊക്കെ ചിലപ്പോൾ എനിക്ക് കണ്ടാലൊരു ഇറിറ്റേഷൻ തോന്നും, ഞാൻ വെട്ടിയിടും എന്നല്ലാതെ അതിൻ്റെ കെയറിങ് മൊത്തം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുക, ബാബുവാണ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് ടെൻഷനില്ല. അതൊക്കെ ബാബു നോക്കിക്കോളും. പുറത്തുള്ള കാര്യങ്ങളെല്ലാം ബാബുവിന് ഫ്രീ ആയ ടൈമിലൊക്കെ ബാബു അത് ചെയ്യും കേട്ടോ, ഒരു മടിയും ഇല്ല. അതേപോലെ തന്നെ പക്ഷേ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നോട് പലരും ചോദിക്കും, നീ എങ്ങനെ വീടിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു വീട് നീ എങ്ങനെ മാനേജ് ചെയ്യണത്, ജോലിക്കാർ വരുന്നുണ്ടോ, അടിച്ചു വരാൻ വരാറുണ്ടോ, തുടക്കാൻ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇവിടെ ആരും വരുന്നില്ല കേട്ടോ, ഞാൻ തന്നെയാണ് വീടിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്താ വെച്ചാൽ, നമ്മുടെ മക്കൾ അത്ര ചെറിയ കുട്ടികളല്ല, എന്നാലും ഈ പ്രായമുള്ള മക്കൾ വരെ വീട് ചീത്തയാക്കുന്ന മക്കളുണ്ട്. എൻ്റെ കുട്ടികൾ അൽഹംദുലില്ലാ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓരോ സാധനങ്ങൾ വെച്ചെടുത്തിരിക്കും, അവരെടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുക, അലങ്കോലാക്കുക, ബെഡിൽ ചവിട്ടി കയറുക, സോഫയിൽ ചാടി കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കുഷ്യനൊക്കെ എടുത്ത് വലിച്ചെറിയുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. മോനാണെങ്കിൽ അവന് പിയാനോ ആണ് ഇഷ്ടം, പിയാനോ പ്രാക്ടീസ് ചെയ്യും, മീൻസ് ഓർഗൻ പ്രാക്ടീസ് ചെയ്യും. അതൊന്ന് പുറത്ത് പഠിച്ചാൽ കേട്ടോ, അവൻ എന്നെ ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചതാണ്. പിന്നെ മോളാണെങ്കിൽ അവളുടെ പഠനമായിട്ട് ബിസി ആയിരിക്കും. അങ്ങനെ അപ്പം ഞാൻ ചെയ്ത് വെച്ചതൊക്കെ ക്ലീനാക്കി വെച്ചതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീനാക്കി ഒരു റൂട്ടീനിൽ കുറച്ച് ചെയ്ത് പോയാൽ മതി. കാരണം ആരും വലിച്ചിടാനൊന്നും ഇല്ലല്ലോ. പക്ഷേ എന്താ പറയുക, ഞാൻ തറവാട്ടിലായ സമയത്ത് അങ്ങനെയല്ല, നമ്മളൊരു തല അങ്ങനെ നന്നാക്കിയിട്ടുണ്ടാവും, പിറ്റേ ദിവസം ബാക്കി നന്നാക്കാമെന്നായിരിക്കും നമ്മുടെ പ്ലാന്. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആദ്യം നന്നാക്കി വെച്ചതെല്ലാം കൊള്ളായിട്ടുണ്ടാവും. കാരണം എല്ലാവരും യൂസ് ചെയ്യല്ലേ, അപ്പോൾ അതൊക്കെ കൊള്ളായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അതന്നെ ചെയ്യണം. പിന്നെ നമ്മൾ മറ്റിടത്തേക്ക് എത്തണില്ല, മറ്റിടത്തേക്ക് എത്തി അല്ലെങ്കിൽ കുറച്ച് നേരം എത്തുമ്പോഴേക്കും പിന്നെ ആദ്യം ചെയ്തതും അതിൻ്റെ പിന്നെ ചെയ്തതും ഒക്കെ എല്ലാം കൊള്ളായിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ആയി നടക്കാൻ ഒരിക്കലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ ഒക്കെ നമ്മൾ എല്ലാവരും ഒരു കണ്ണിൽ, അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഹാപ്പി ആവാമെന്ന് ഒരിക്കലും വിചാരിക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കണില്ല. നമ്മൾ ഒന്ന് ഹാപ്പി ആവുമ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്താ പറയുക, ചിലർക്ക് അങ്ങനെയാണ്. എല്ലാവരും പിന്നെന്താണ് ഒരേപോലെ ആവില്ലല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ചെടികളുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ എനിക്കും ബാബുവിനും ഒക്കെ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ആ ഗാർഡൻ ഇങ്ങനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്ന് ഒരു ചായ കുടിച്ച് ആ ഗാർഡനിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ മുറ്റത്ത് കൂടെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം സമാധാനം ഒക്കെയാണ് കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ ഓൾറെഡി കുറച്ച് സമാധാനം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ ചെടികളെയും പൂക്കളെയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരു ഞാൻ എപ്പോഴും പറയും കേട്ടോ, നമ്മളിങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ പല ആളുകളെയും കാണും, പല ആളുകളുടെയും വാർത്തകൾ നമ്മൾ കേൾക്കും. അപ്പോൾ ഒക്കെ പെട്ടെന്ന് സ്ട്രോക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ കാണാം, പെട്ടെന്ന് നമ്മൾ നോർമലി കാണുന്ന ആളുകൾ ചിലരൊക്കെ കാണാം വടിയൊക്കെ കുത്തിപ്പിടിച്ച് കുഴഞ്ഞ് കഷ്ടപ്പെട്ട് രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങി കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകളൊക്കെ, യങ് ആയിട്ടുള്ള ആളുകളൊക്കെ കാണാം, പെട്ടെന്നൊരു നിമിഷത്തിലാണ് അവരുടെ ലൈഫ് മാറി മറിയണത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കേട്ടോ, അങ്ങനെയൊക്കെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമോ? എന്താ പറയുക, ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെ നമ്മൾ ചില സമയത്ത് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴൊക്കെ ഞാൻ ബാബുവിനോട് പറയും, ബാബു അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോവും. നമ്മൾ എന്താ പറയുക, ആരോഗ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ആ ഒരു നന്ദി പഠിച്ചവനോട് ഉണ്ടായാൽ മതി. നമുക്ക് തന്നതിനുള്ള നന്ദി നമ്മൾ കാണിച്ചാൽ നമുക്ക് ഇനിയും തന്നുകൊണ്ടിരിക്കും എന്നാണല്ലോ പഠിച്ചവൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കും, ഇപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ അതിലൊരാളെ പഠിച്ചവനോട് തിരിച്ച് വിളിച്ചാൽ തീർന്നില്ലേ നമ്മളെ സന്തോഷം അല്ലേ? പിന്നെ എന്ത് ഗാർഡൻ, എന്ത് പൂക്കൾ, എൻ്റെ കുട്ടിയില്ലാത്ത വീട്, എന്ത് വീട്, പിന്നെ എങ്ങനെ സന്തോഷിക്കാൻ പറ്റുക നമുക്ക്? എന്താ പറയുക, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കൂട്ടോ. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ബാബുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾക്കൊരു ക്യാൻസർ വരിക, ഒരു കിടപ്പിലായി പോവുക, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചെടികളൊക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ ഓരോ വീടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ വീട് സ്ഥലമൊക്കെ വലിയതായിരിക്കും, നല്ല അടിപൊളി. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഈ ഒരു വീട് നമുക്ക് കിട്ടിയെങ്കിൽ, നമുക്ക് ഇതേപോലെ ഒരു വീട് കിട്ടിയെങ്കിൽ നമ്മൾ ഒരിക്കലും വീട് ഇങ്ങനെ പുല്ലും കാടൊക്കെ കയറി ആവാൻ സമ്മതിക്കില്ലായിരുന്നു. ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടായിട്ടും അവരിത് നോക്കണില്ലല്ലോ, അവരിത് കെയർ ചെയ്യണില്ലല്ലോ, അവർക്ക് എന്താ നാല് ചെടികളൊക്കെ നട്ടൂടെ, പൂക്കളൊക്കെ നട്ടൂടെ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ മൈൻഡ് സെറ്റൊക്കെ ഒരുപാട് മാറിയിട്ടോ. കാരണം ഒരു പക്ഷേ ആ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾ ഉമ്മമ്മ കിടപ്പിലായപ്പോഴാണ്. ഉമ്മമ്മക്ക് ക്യാൻസർ വന്ന് പെട്ടെന്ന് കിടപ്പിലായി. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട, ചെടികൾ വേണ്ട, ഒന്നും വേണ്ട, നമ്മൾ ഉമ്മമ്മാനെ കുറിച്ചാണ് ആലോചന. രാവിലെയും രാത്രിയും ഫുൾ ടൈം 24 hours ഉമ്മമാരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടപ്പിലായ ഒരാൾ വീട്ടിലുണ്ടായാൽ നമുക്കറിയാലോ എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ നമ്മളെ റൂട്ടീനേ മാറും. പിന്നെ നമ്മൾ ആ ഒരാളിൽ സർക്കിൾ ചെയ്തിങ്ങനെ ജീവിക്കണം. അപ്പോൾ പിന്നെ എന്ത് ഡ്രസ്സിങ്, മേക്കപ്പ്, ഇതൊന്നും ഇല്ല. നമ്മളൊരു സന്തോഷമായ മൊമെൻറ്റ്സ് പിന്നെ ഇല്ല. പിന്നെ നമ്മൾ മൈൻഡേ മാറി. നമ്മളറിയാതെ പെട്ടെന്ന് വേറെ കുറേ റെസ്പോൺസിബിലിറ്റീസൊക്കെ നമ്മൾ ഓരോരോ ഇതിനനുസരിച്ച് പെട്ടെന്ന് മാറാൻ കഴിയും, നമുക്ക് അങ്ങനെ മാറിപ്പോവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരു പക്ഷെ അങ്ങനത്തെ ഒരു വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഈ ഒരു ചെടിയൊന്നും നടാതെ കാട് കെട്ടിക്കിടക്കുന്ന ഒരു വീടാണെങ്കിൽ ചിലപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ ഒരു മനസ്സിൽ സന്തോഷമില്ലാത്ത ആരെങ്കിലും ആണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ, ടെൻഷനുള്ള ആളുകൾ, അസുഖമുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ വീട്ടിലൊരു കിടപ്പ് രോഗി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്താ പറയുക, ഇതേപോലെ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതൊക്കെ ഒരു പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹത്തിൽ ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഓരോരോ അനുഗ്രഹങ്ങളാണ്. ആ സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്യുക, ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കുള്ളത്, എൻ്റെ മോന് ചെറുത് എന്ന് പറയുന്നത് 6ാം ക്ലാസ്സിലാണ്. അവൻ്റെ സ്നേഹവും അവൻ തരുന്ന ഓരോരോ കെയറും ഇതൊക്കെ ഞാൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് എൻജോയ് ചെയ്ത് കൊണ്ടെടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഇതൊക്കെ നഷ്ടപ്പെടും നമുക്ക്. അവർ വളരും തോറും അവർക്ക് പ്രയോറിറ്റീസ് വേറെ ആവും. നമ്മൾ അതിലൊന്നും വിഷമിക്കരുത് കേട്ടോ. അതൊക്കെ ഡെസ്പായി, എന്തുകൊണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെയായി, എന്തുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനെയായി എന്നൊന്നും നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, വിഷമിക്കുക ഒന്നും ചെയ്യരുത്. കാരണം അങ്ങനെയാണ് ലൈഫ്. നമ്മുടെ മക്കൾ എന്നുള്ളതിനേക്കാൾ അവർ വേറെ മനുഷ്യന്മാരാണ്. നമ്മളിലൂടെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ച വേറെ വേറെ മനുഷ്യന്മാരാണ്. അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ ഈ ഭൂമിയിൽ. അവരതുമായിട്ട് വളർന്ന് ജീവിച്ചു പോവും. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് അപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിന് വേറൊരാളെ ബ്ലെയിം ചെയ്ത് അവരങ്ങനെ ചെയ്തില്ലല്ലോ, ഇവരിങ്ങനെ ചെയ്തില്ലല്ലോ, അങ്ങനെയല്ല. നമ്മൾ ആരെയും ഉപദ്രവിക്കുകയും വേണ്ട, നമ്മൾ ആരിൽ നിന്നും ഫ്രീ ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട. ഒരിക്കലും പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഞാനൊരു കാലത്ത് ആരൊക്കെ സ്നേഹിച്ചോ അവരുടെ അടുത്തു നിന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്നേഹം, കെയറിങ്. കാരണം നമുക്ക് വയ്യാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ തളരുന്നൊരു സമയത്ത് അവരുണ്ടാവും കൂടെ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വെറുതെ ആണ്, ആരും ഉണ്ടാവില്ല. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരാണോ, അല്ലെങ്കിൽ സർവീസ് ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണോ, നമ്മൾ സേവനങ്ങൾ കേട്ടോ, അതായത് ഹെൽപ്പിങ്, രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ ആളുകളൊക്കെ തന്നെ ആയിരിക്കും പിന്നീട് നമ്മൾ ഒറ്റപ്പെടുത്തുന്നതും നമ്മളെ വിഷമിപ്പിക്കുന്നതും നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ആക്കണതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ അന്താളിച്ച് നിന്ന് പോകും. നമ്മളപ്പോൾ ഇത്രയും കാലം ചെയ്തതൊക്കെ എന്തിനു വേണ്ടിയാ, നമ്മൾ ജീവിച്ചതിൻ്റെ വേസ്റ്റായി പോയ പോലെയൊക്കെ നമുക്ക് തോന്നും.
അപ്പം അതിന് പകരം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചെയ്യാന്നുള്ള. അപ്പോൾ ഞാൻ ഇപ്പോൾ വീട് വെച്ച് അൽഹംദുലില്ലാ, നമ്മളിങ്ങനെ ഒരു വീടിന് വേണ്ടി എത്ര കാലം സ്വപ്നം കണ്ട് മനസ്സിൽ ആഗ്രഹിച്ച് നടന്നില്ല. ഞാൻ പഠിച്ചവനോട് ചോദിക്കലില്ലായിരുന്നു കേട്ടോ വീട്. ഞാൻ പറയും ഒരു പക്ഷേ പഠിച്ചവന് ഈ ഭൂമിയിൽ നമുക്ക് വീട് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അതിന് പകരം സ്വർഗത്തിൽ തരുമായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് വീട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇനിയിപ്പോൾ പഠിച്ചവൻ ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ പറയരുത് എനിക്ക് ഞാൻ ഭൂമിയിൽ വീട് തന്നില്ലേ, ഇനിയിപ്പോൾ ഇവിടെ ഒരു വീടില്ല എന്ന് പറയരുത്. അവിടെയും വീട് വേണം, ഇവിടെയും വീട് വേണം, നമുക്ക് സ്വർഗത്തിലൊരു വീട് അവിടെ വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് റബ്ബ് തരട്ടെ. അപ്പം എന്താ പറയുക, ഞാൻ ഈ ഒരു അന്നൊക്കെ ഞാൻ വീടില്ലാത്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓരോ വീട് രാത്രി സമയത്തൊക്കെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ ഓരോ വീടിൻ്റെ ഉമ്മറത്ത് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് ആളുകൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, വട്ടത്തിൽ ഇങ്ങനെ ഒരു ഉപ്പ ഉമ്മ ചിലപ്പോൾ മക്കൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. മക്കളിങ്ങനെ ബെഞ്ച് ഈ എൻട്രൻസ് സ്റ്റെപ്പുമൊക്കെ ഒരു കുട്ടി, ആ കുട്ടീൻ്റെ മുടി കോതിക്കൊണ്ട് ഒരു ഉമ്മ, അങ്ങനെയൊക്കെ ഇരിക്കണമൊക്കെ നമ്മളിങ്ങനെ കാണും. ഇപ്പോൾ ഓരോരോ ഹിന്ദു വീടുകളൊക്കെ ആണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ച് ആ ഉമ്മറത്ത് അവരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാണാവല്ലേ നമുക്കൊരു വീടുണ്ടാവുക എന്ന് ഉള്ളിലിങ്ങനെ വിചാരിക്കൂട്ടോ. പക്ഷെ ഞാൻ പറയലില്ല, കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കൊരു വിഷമാണല്ലോ, നമ്മൾ ആണുങ്ങൾക്കൊരു വിഷമാണല്ലോ, നമ്മളെ കൊണ്ട് ഇത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു വിഷമം അവർക്ക് വരും. അതുകൊണ്ട് മിണ്ടാതെ, പക്ഷെ നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാവും ഒരു വിഷമം. നമ്മളെ കുട്ടികളെ കൂട്ടിപ്പിടിച്ച് കിടക്കാനൊരു വീട് എന്താണ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ വർഷങ്ങളായിട്ട് ആരും ഉപയോഗിക്കാതെ പൊട്ടിപ്പൊളിഞ്ഞ വീടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ആ വീട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് അടിച്ചു വാരി തുടച്ച് നന്നാക്കി അവിടെ ചെടിയൊക്കെ വെച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഒന്നും കൂടെ DIY ഒക്കെ ചെയ്ത് ഞാനൊരു അടിപൊളി വീടാക്കിയിട്ട്, അതായത് നമ്മളെ ഞാൻ തന്നെ ഓരോന്ന് ചെയ്ത് അങ്ങനെ റെഡിയാക്കിയിട്ട്, നമ്മളങ്ങനെ ചില വീഡിയോസിലൊക്കെ കാണുമല്ലോ ഈ അബാൻഡൻ ചെയ്ത് കിടക്കുന്ന വീടൊക്കെ, ചൈനക്കാരുടെ വീഡിയോയിലൊക്കെ കാണാം. ഇങ്ങനെ ഒരു പെണ്ണൊറ്റയ്ക്ക് വന്ന് അടിച്ചോരി നന്നാക്കി അതാക്കി ഇതാക്കി ഇങ്ങനെ റെഡിക്ക് നല്ല ഭംഗിയുള്ളൊരു വീടാക്കിയിട്ട് അവിടെ അങ്ങനെ താമസിക്കണത് വെറുതെ വീഡിയോ ഒക്കെ ചെയ്യണതായിരിക്കും. പക്ഷെ അതൊക്കെ കാണുമ്പോൾ വിചാരിക്കും, ഈ ഒരു വീട് എനിക്ക് കിട്ടിയെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ അതിൻ്റെ ഉള്ളിൽ താമസിക്കുമായിരുന്നു, ഇതാരും താമസിക്കാതെ എന്തിനാ ഇങ്ങനെ പൊളിയാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണത് എന്നൊക്കെ ഓരോ വീട് കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, പഠിച്ച റബ്ബ് എന്താ പറയുക വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് തന്നത്. എന്താ പറയുക, ഒരു വീട്, അതായത് ഞാനൊരിക്കലും സ്വപ്നം കണ്ടതിനേക്കാളൊക്കെ അപ്പുറം എനിക്ക് തന്നു. അൽഹംദുലില്ലാ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ എല്ലാം ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിന് ഒരുപാട് സമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ നമ്മളെ ലൈഫിൽ, നമ്മൾ ഫേസ് ചെയ്ത് പോന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, അത് ഒരു കണക്കിന് നമുക്ക് നല്ലതാണ്. കാരണം അത് നമ്മളെ ഒരുപാട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. വീണ്ടും എന്താ പറയുക, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാനുള്ള ഒരുപാട് പ്രിക്കോഷൻസ് നമുക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ റിസൾട്ടായിട്ട് ഫൈനലി നമുക്ക് കിട്ടുക. നമ്മൾ ക്ഷമയോടെ എല്ലാം ഫേസ് ചെയ്ത് കടന്നു വരുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും സമാധാനമാണ്, ഹൈറാണ്. ഇനിയും അങ്ങനെ തന്നെ പോട്ടെ. ലൈഫ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണല്ലോ, ജീവിതം നമുക്ക് എപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എന്ത് പ്രശ്നങ്ങളാണ് നാളെ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും അത് നമുക്കൊരു പരീക്ഷണമായിരിക്കും. അതെല്ലാം നമ്മൾ ഫേസ് ചെയ്ത് വിജയിച്ച് മുന്നോട്ട് പോവാൻ എനിക്കും നിങ്ങൾക്കും ഒക്കെ കഴിയട്ടെ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇനിയും ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റട്ടെ. ഈ നിമിഷവും കടന്നു പോകും എന്നാണല്ലോ. ഇപ്പോൾ സങ്കടമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ സങ്കടം കഴിഞ്ഞ് ഇനിയൊരു സന്തോഷം വരാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം കഴിഞ്ഞ് ഇനിയും ഒരു സങ്കടം വരാനുണ്ട്. ഇതിങ്ങനെ മാറി മറിഞ്ഞ് വന്നും പോയി കൊണ്ടിരിക്കും. അള്ളാഹു പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഞാൻ എൻ്റെ ഒരു അടിമക്ക് താങ്ങാവുന്നതിലും അപ്പുറം ഒന്നും കൊടുക്കൂല, താങ്ങാൻ പറ്റുന്നതേ കൊടുക്കുകയുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഫേസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് നിങ്ങളെക്കൊണ്ട് താങ്ങാൻ കഴിയും എന്ന് റബ്ബിനെ അറിയുന്നത് കൊണ്ട്, നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ് എന്ന് അറിയുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് തരുന്നത്. ഞാൻ ഇന്ന് വരെ ഫേസ് ചെയ്തിട്ടുള്ള എൻ്റെ പ്രശ്നങ്ങൾ
എനിക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് റബ്ബിന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് തന്നത്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തതൊന്നും റബ്ബ് തരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തരുന്നതെല്ലാം താങ്ങാനും ഫേസ് ചെയ്യാനും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് കഴിയട്ടെ ഇൻഷാ അല്ലാ. അത്രയേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും എനിക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ചുറ്റിനും ഒരു സന്തോഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു സംഭവം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ സന്തോഷിക്കണം, സമാധാനിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരാളുടെ കയ്യിലൊരു മുള്ളു കുത്തിക്കഴിഞ്ഞാൽ ആ വേദന അയാൾ സഹിക്കുന്നുണ്ടെങ്കിൽ ആ സഹിക്കുന്നതിന് പ്രതിഫലം കിട്ടാതെ ഒരിക്കലും അയാളത് സഹിക്കേണ്ടി വരില്ല എന്നാണല്ലോ. അപ്പോൾ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും, എന്ത് വേദനയാണെങ്കിലും അതിനൊക്കെ റബ്ബ് നിങ്ങൾക്കൊരു പ്രതിഫലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും അള്ളാഹു പ്രോമിസ് ചെയ്തത് അത് നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു സമാധാനത്തിൽ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.